കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാട്ടർ ബാപ്റ്റിസം, ജലസ്നാനം, രണ്ടാം ഭാഗം. ഇന്ന് ഒരുവന്റെ ആത്മരക്ഷയ്ക്ക് ജലസ്നാനത്തിന് ഒരു പങ്കുമില്ല, ഒരു റോളുമില്ല എന്ന് കാണിച്ച് ഈ എപ്പിസോഡിന്റെ ഒന്നാം ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ റിലീസ് ചെയ്തിരുന്നു. അത് അനേകർക്ക് ഈ വിഷയം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ബൈബിളിൽ എന്തായിരുന്നു സ്നാനം പറഞ്ഞിരിക്കുവാനുള്ള കാരണം എന്ന് ബൈബിളിൽ കൂടി മനസ്സിലാക്കുവാൻ ഇടയായി എന്നൊക്കെ അനേകർ കമന്റ് പറയുവാൻ ഇടയായെങ്കിലും 500-ലധികം കമന്റ് യൂട്യൂബിൽ ഇതിന് ലഭിക്കുവാനായിട്ടിടയായി. ഞാൻ ക്രൂശിനെ കുറിച്ചും ക്രൂശിലൂടെയുള്ള രക്ഷാ പദ്ധതിയെക്കുറിച്ചുമായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഒരു 50 കമന്റിന് താഴെ അതിന് ലഭിക്കത്തുള്ളായിരുന്നു. എന്നാൽ ഈ വിഷയം ജലസ്നാനം എന്നൊരു വിഷയമാകിയാൽ 500-ലധികം കമന്റ് ഓൾറെഡി എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അല്പം കൂടെ കഴിയുന്നതിനകം ഇത് 600-700 കമന്റുകൾക്ക് മേലെ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ജലസ്നാനം എന്ന വിശ്വാസത്തിൽ ജനം അത്രമാത്രം അഡിക്റ്റ് ആയിരിക്കുന്നു, അതിൽ അന്ധമായി വിശ്വസിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ഇതിലൂടെ കാണുവാനായിട്ട് കഴിയും. ഈ വിഷയത്തെക്കുറിച്ച് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെ പെരിഫറലാണ്, വളരെ ഷാലോ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ വിഷയത്തിലുള്ളത്. പലരും എന്നോട് ചോദിക്കുന്നത്, ജലസ്നാനത്തെക്കുറിച്ച് ഇങ്ങനെ എങ്ങനെയാണോ തനിക്ക് പറയാൻ കഴിയുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് താങ്കൾക്ക് അറിയത്തില്ലേ? മർക്കോസിൽ എന്ത് പറയുന്നു എന്ന് താങ്കൾ കാണുന്നില്ലേ? ആക്സിൽ സ്നാനപ്പെടുത്തുന്നതും സ്നാനം നടക്കുന്നതും കാണത്തില്ലേ? കർത്താവ് സ്നാനപ്പെട്ടത് താങ്കൾ കണ്ടിട്ടില്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ജലസ്നാനം നമുക്ക് ആവശ്യമില്ല, നമുക്ക് രക്ഷയ്ക്ക് ആവശ്യമില്ല എന്ന് പറയുന്നതെന്നാണ് ജനം എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവർക്ക് മറുപടി കൊടുക്കുവാനോ, കാര്യം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാന് ഒരു കഥ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കഥയല്ല, നമ്മുടെ ഇടയിലുള്ള ഒരു ചൊല്ലാണ്. അതായത് ഒരു ഫോറസ്റ്റില് അവിടെ ഉണ്ടായിരുന്ന ഒരു ആദിവാസി ഇറങ്ങി ആ ഫോറസ്റ്റിൽ ഉണ്ടായിരുന്ന കുറെ തേക്ക് തടികൾ വെട്ടിക്കൂട്ടുവാനായിട്ടിടയായി. തേക്ക് തടിയിൽ ആക്ച്വലി തൊടാനേ പാടില്ല, അതിനൊക്കെ നമ്പർ ഇട്ട് അതെല്ലാം ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. ആ തേക്ക് തടി വെട്ടിക്കൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഈ ആദിവാസി മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, താൻ തേക്ക് തടി വെട്ടിയോടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഏമാനെ എനിക്ക് ഏക്കേതാ പൂക്കേതാന്നൊന്നും എനിക്കറിയത്തില്ല, 10 കിഴ വെട്ടിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെയാണ് ക്രിസ്ത്യാനിക്ക് ഇന്ന് സ്നാനത്തെ കുറിച്ചുള്ള അറിവ്. ഇവിടെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സ്നാനപ്പെടണം, കർത്താവ് സ്നാനപ്പെട്ടതുകൊണ്ട് ഞാനും സ്നാനപ്പെടണം, ഈ ഏക്കേതാ പൂക്കേതാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലാണ് ഒരു 300-ലധികം കമന്റുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കൊന്നും റിപ്ലൈ കൊടുക്കുവാനായിട്ട് പ്രത്യേകിച്ച് തുനിഞ്ഞില്ല. ഈ ഒരു വീഡിയോയിൽ കൂടി അവർക്ക് മനസ്സിലാകുന്നുവെങ്കിൽ, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ തന്നെ എന്നെ വളരെ സ്നേഹത്തോട് ഗുണദോഷിച്ച അനേകരുണ്ട്. അവർക്ക് ഈ കാര്യമൊന്ന് മനസ്സിലാകുവാൻ, അവരുടെ അന്ധത ഒന്ന് മാറിയിട്ട് എന്താണ് ബാപ്റ്റിസത്തിന്റെ പർപ്പസ് എന്ന് അവരൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഈ രണ്ടാം ഭാഗം വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇന്നത്തെ ഈ തെറ്റിദ്ധാരണയുടെ മൂല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ ആർക്ക്, ഏത് കാലഘട്ടത്തിൽ ആർക്ക് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും ഇന്ന് ക്രിസ്ത്യാനിക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതായത് ഈ ബൈബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈബിളിൽ 2 വിശ്വാസങ്ങളുണ്ട് എന്ന് എത്ര പേർക്കറിയാം? ഇതിൽ ഈ പുസ്തകം 2 മതവിശ്വാസങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. അതായത് യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെയും വിശ്വാസം പറഞ്ഞിരിക്കുന്ന മതഗ്രന്ഥമാണിത്. ഇവിടെ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറഞ്ഞിരിക്കുന്ന ഈ പുസ്തകം, ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറഞ്ഞിരിക്കുന്നതാണ് യഹൂദന്റെ തനാക്ക് എന്ന് പറയുന്നത്. ഇതിനെക്കാട്ടിൽ ഒരു സെന്റൻസോ ഒരു വേർഡോ കൂടുതലുമില്ല, കുറവുമില്ല. ഇതാണ് യഹൂദന്റെ തനാക്ക് എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് ക്രിസ്ത്യാനിയുടെ ബൈബിൾ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി രക്ഷയ്ക്കായി പറഞ്ഞിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസ മാർഗം ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഇവിടെ നിന്നും ചേർക്കപ്പെടും, സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടും. നാം സ്വർഗത്തിലായതിനു ശേഷം ദൈവം വീണുപോയി യഹൂദനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും. ആ ഭാഗമാണ് ഈ അവസാനം എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് വരെ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ. ഈ 2 വിശ്വാസങ്ങളും പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്, ഈ ബൈബിളിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഡിവിഷൻ എവിടം വരെയാണ് യഹൂദന് കൊടുത്തിരിക്കുന്ന ഭാഗം, എവിടെ മുതലാണ് ക്രിസ്ത്യാനിറ്റി ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ സ്പഗറ്റി ന്യൂഡിൽസ് കുരുങ്ങുന്നത് മാതിരി കുരുങ്ങി തിരിഞ്ഞ് നാം ഒരുമാതിരി കിച്ചടി പരുവമായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപദേശങ്ങൾ മുഴുവനും കിച്ചടി പരുവമായിരിക്കുക. അതാണ് ഇന്ന് ഉൽപ്പത്തി നിന്നും ലേവ്യന്ന് സംഖ്യ മുതൽ ഉപദേശങ്ങൾ എടുക്കാൻ തുടങ്ങി 45,000-ലേറെ ഡിനോമിനേഷനുകളായിട്ട് ക്രിസ്ത്യാനിറ്റി പിരിഞ്ഞു പോകാൻ കാരണം. നമ്മുടെ ഉപദേശം എന്താണെന്നേ അറിയത്തില്ല. പണ്ട് പുരാതന കാലം മുതലുണ്ടായിരുന്നതും യഹൂദന് കൊടുത്തിരുന്ന ഉപദേശങ്ങളൊക്കെ നാം എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനി നാം ഇവിടുന്ന് പോയതിനു ശേഷം ദൈവം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളൊക്കെ എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുക.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിലും എന്താ പറയുന്നത്, നിവർത്താൻ കഴിയാത്ത രീതിയിൽ കുരുങ്ങി, വല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പഗറ്റി നൂഡിൽസ് കുരുങ്ങുന്ന മാതിരി കുരുങ്ങി തിരിഞ്ഞു പോയിരിക്കുകയാണ്. ഇതാണ് ഇന്ന് ക്രിസ്ത്യാനിക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷത്തുണ്ടെങ്കിൽ സംശയം തോന്നിയേക്കാം, ഇതാണോ യഹൂദന്റെ തനാക്ക് എന്ന് പറയുന്നത്? യെസ്, ഇതാണ് യഹൂദന്റെ തനാക്ക്. ഇതിനെക്കാട്ടിൽ ഒരു വാക്ക് കൂടുതലില്ല, ഒരു വാക്ക് കുറവുമില്ല. ഉൽപ്പത്തി മുതൽ മലാഖി വരെ പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് യഹൂദന്റെ തനാക്ക്. ഇതാണ് അവന്റെ തോറ. ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് തോറ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നതാണ് നെവീം എന്ന് പറയുന്ന പ്രവാചക പുസ്തകങ്ങൾ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നതാണ് കെത്തുബീം എന്ന് പറയുന്ന പോയട്രി ബുക്കുകളും ഹിസ്റ്റോറിക്കൽ ബുക്കുകളും വിസ്ഡം ബുക്കുകളും എല്ലാം ചേർന്ന ബുക്കുകളാണ്. കെത്തുബീം എന്ന് പറയുന്ന തനാക്ക് എന്ന് പറയുന്നതാണ് തോറ, നെവീം, കെത്തുബീം. അതാണ് യഹൂദന്റെ പുസ്തകം. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന പുസ്തകങ്ങളാണ് റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയിരിക്കുന്ന പുസ്തകം വരെയുള്ള കാര്യങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഉപദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നാം ഇവിടുന്ന് പോയതിനു ശേഷം, റാപ്ചറിൽ ചേർക്കപ്പെട്ട് നാം സ്വർഗത്തിൽ ചേർക്കപ്പെട്ടതിന് ശേഷം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പദ്ധതിയുണ്ട്. ഇവിടെ ഒരു ട്രിബുലേഷനൊക്കെ ആരംഭിക്കുകയും അതിലൂടെ ദൈവം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുകയും അവരുടെ വാഗ്ദത്ത പദ്ധതി ഇവിടെ നിറവേറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് വരെയുള്ള കാര്യങ്ങൾ അവരെ അന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അൺലെസ് യു റൈറ്റ്ലി ഡിവൈഡ് ദ ബൈബിൾ യു വിൽ നോട്ട് understand this truth. ഇന്ന് ക്രിസ്ത്യാനിക്ക് ക്രിസന്റത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ഈ സത്യം അവർക്ക് അറിയത്തില്ല, മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടെ തുറന്നു നോക്കിയാലും കിട്ടുന്നത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്ന് ക്രിസ്ത്യാനി വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അതൊന്ന് പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടി ഞാനൊരു സ്കെച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം. ആ സ്കെച്ച് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ സത്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ഈസി ആയിട്ട് കഴിയും. ഈ ബ്ലാക്ക് ലൈനിൽ കാണുന്നത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞിരിക്കുന്ന ബൈബിളിലെ ഒരു ടൈം ലൈനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചൊന്ന് പറയാം. ഇവിടെ കർത്താവിന്റെ ക്രൂശീകരണം നടക്കുക, അതിനു മുൻപ് ദൈവം മോശയെ വിളിച്ച, ഈ ബ്ലൂ ലൈൻ ആരംഭിക്കുന്നത് മോശയെ വിളിച്ച ന്യായപ്രമാണം, അതായത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അബ്രഹാമിനെ വിളിച്ചു കൊടുത്തിരിക്കുന്ന ഉപദേശമാണ്. അതിനുശേഷം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വെച്ച് മോശയെ വിളിക്കുകയും അതിന്റെ 24-ാമത്തെ അധ്യായത്തിൽ ന്യായപ്രമാണം കോൺസിക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ മുതൽ ഈ ന്യായപ്രമാണ കാലഘട്ടം ആരംഭിക്കുക. അത് ക്രൂശിന് ശേഷവും അത് താണ്ടി പോയിരിക്കുക. ആ ക്രൂശിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് കാണാം ഈ സ്റ്റാർ ഇവിടെ കാണുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ ഇവിടെ വന്നിരിക്കുക. ഇവിടെ സ്നാനപ്പെടുത്താനായിട്ട് യോഹന്നാൻ സ്നാപകൻ വന്നിരിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നാനം നടക്കുന്ന ക്രൂശിന് മുൻപുള്ള ഈ ഭാഗത്താണ്. ഇതാണ് ബാപ്റ്റിസം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിനുശേഷം കർത്താവിന്റെ ക്രൂശ് നടക്കുകയും ആ ക്രൂശിന് ശേഷം പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുകയുമാണ്. ഈ കാര്യങ്ങളെല്ലാം യഹൂദന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അവർക്ക് വേണ്ടി കൊടുത്തിരുന്നതാണ്. അവർക്കാണ് ഈ ന്യായപ്രമാണവും പിതാക്കന്മാരും കൽപ്പനകളും പ്രമാണങ്ങളും പൗരോഹിത്യവും ഒക്കെ കൊടുത്തിരുന്നത്. ഈ സമയത്ത് ജാതികൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരാണ്. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരോ. നിങ്ങൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങളും യഹൂദനുമായിട്ട് യാതൊരു കണക്ഷനോ സംബന്ധവും ഇല്ലാത്ത കാലഘട്ടമായത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരികയും അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ അവരുടെ ഇടയിലേക്ക് വന്നിരിക്കുക. കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. നിങ്ങളുടെ ഏത് പിതാവിനായി ഈ വാഗ്ദത്തം ലഭിച്ചത്? ഇസ്രായേലിന്റെ പിതാക്കന്മാർക്ക് അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും അതിനുശേഷം ദാവീദിൽ കൂടി, അതിനുശേഷം മോശയിൽ കൂടി, അതിനുശേഷം ദാവീദിൽ കൂടി ദൈവം ഉറപ്പിച്ചിരിക്കുന്നതും കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്ത പദ്ധതിയും കവണന്റുകളുമാണ്. അബ്രഹാമിക് കവണന്റ്, മൊസൈക് കവണന്റ്, ഡേവിഡിക് കവണന്റ് എന്നൊക്കെ പറയുന്ന അതാ. അവരോട് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. അങ്ങനെ കർത്താവ് ഉലകത്തിലേക്ക് അവരുടെ മധ്യത്തിൽ വന്നിരിക്കുക. അവരോട് പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ആ പഴയ നിയമത്തിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ ക്രൂശിന് ശേഷവും ആ പന്തിരുവരിൽ കൂടി ലിറ്റിൽ ഫ്ലോക്സ്, ഒരു ചെറിയ കൂട്ടം ആ കർത്താവിൽ വിശ്വസിക്കുകയും ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുകയും പെന്തക്കോസ്ത് നാളിൽ അഭിഷേകം പ്രാപിച്ച് ഉലകം മുഴുവനും ചിതറിക്കിടക്കുന്ന യഹൂദനോട് ഈ സുവിശേഷം അറിയിക്കാനുള്ള ഗ്രേറ്റ് കമ്മീഷൻ പ്രാപിച്ച് അവരുടെ ആ ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണാം. എന്നാൽ കർത്താവിന്റെ ക്രൂശിന് ശേഷവും യഹൂദൻ ദൈവത്തിനെതിരായിട്ട് തിരികുകയും പിതാവായ ദൈവത്തെ
ദൈവം അയച്ച പ്രവാചകന്മാരെ അവർ അംഗീകരിച്ചിട്ടില്ല. പിതാവ് അയച്ച യോഹന്നാൻ സ്നാപകനെ അവർ തലവെട്ടി കഴുത്ത് വെട്ടി കൊന്നുകളഞ്ഞു. അതിനുശേഷം പുത്രനായ ക്രിസ്തുവിനെ അയച്ചിട്ട് അവർ കർത്താവിനെ ക്രൂസിൽ തറച്ച് കൊന്നുകളഞ്ഞു. അതിനുശേഷവും പരിശുദ്ധി ആത്മാവാൻ ദൈവത്തെ ലോകത്തിലേക്ക് അയക്കുക, പിതാവിനെയും പുത്രനെയും പരിശുദ്ധി ആത്മാവിനെ അവർ ഒരുപോലെ റിജക്ട് ചെയ്യുക. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞ ആ വലിയ ദൂഷണം ചെയ്തുകൊണ്ട് അവര് പെന്തക്കോസ്ത് നാളിൽ ശക്തി പ്രാപിച്ച സഭയെ ഉപദ്രവിക്കുകയും 12 വരെ പീഡിപ്പിക്കുകയും സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യുന്നതോടുകൂടി ആ ഒരു വലിയ ഇൻസ്റ്റൻസോടുകൂടി കർത്താവ് അവരുടെ അനുഗ്രഹ പദ്ധതികൾ ഇവിടെ വെച്ച് കൈവിടുകയാണ്. അതിനുശേഷം ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുക. പൗലോസിനെ വിളിച്ചിട്ട് ഇവിടെ ഒരു കൃപായുഗം ആരംഭിക്കുക. അനേകർ എന്നോട് പറഞ്ഞു, പൗലോസാണോ കൃപായുഗം ആരംഭിക്കുന്നത് അതോ കർത്താവ് വന്നപ്പോഴാണോ? കർത്താവ് വന്നപ്പോൾ ഇവിടെ ഒരു കൃപായുഗവും ആരംഭിച്ചിട്ടില്ല. കർത്താവ് വന്നപ്പോൾ കൃപയുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. കൃപയാലാണ് മീൻപിടുത്തക്കാരായിരുന്ന പത്രോസും പന്തിരുവരും ഒക്കെ മഹാപുരോഹിതനേക്കാളും ഗമാലിയൽ ശാസ്ത്രിയേക്കാളും ഒക്കെ അനുഗ്രഹം പ്രാപിക്കാൻ കാരണമായത്. ആ ലിറ്റിൽ ഫോക്സിന്റെ നേതാക്കന്മാരായി തീരുവാനായിട്ട് ഇടയായി തീർന്ന അവരുടെ വലിയ മിടുക്കുകൊണ്ടല്ല. അവർ ഗമാലിയൽ ശാസ്ത്രിയെക്കാട്ടിലോ മഹാപുരോഹിതനെക്കാട്ടിലോ ഒക്കെ വലിയ ആളായിട്ടല്ല. അവരുടെ വരാൻ പോകുന്ന വാഗ്ദത്ത പദ്ധതികളിൽ 12 ഗോത്രങ്ങളിലും അവർ 12 സിംഹാസനത്തിൽ നിന്ന് അവരെ വാഴാൻ പോവുക. സ്വർഗത്തിൽ നിന്ന് മണവാട്ടിയെ പോലെ അലങ്കരിച്ച സ്വർഗീയ ഭവനം ഇറങ്ങി വരുമ്പോൾ അതിൽ 12 ഗോപുരങ്ങൾ അവരുടെ പേരിൽ ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഭയങ്കര അനുഗ്രഹീത പദ്ധതികളാണ്. കർത്താവിന്റെ കൃപയാലാണ് അവർക്ക് അതെല്ലാം ലഭിച്ചിരിക്കുന്നത്. ആ കൃപ ഇരിക്കുമ്പോൾ തന്നെ അവർ ന്യായപ്രമാണം ഫോളോ ചെയ്യണം. അത് കൃപായുഗമല്ല. കർത്താവിന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവെ, ഞാൻ ജീവനിൽ കിടക്കാൻ എന്ത് ചെയ്യണം? നീ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണം. കർത്താവ് പറയുന്നത് ന്യായപ്രമാണത്തിൽ ഒരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും അത് അവരനുസരിക്കണം. ഗ്രേറ്റ് കമ്മീഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. അത് കൃപായുഗത്തിന്റെ കാലമല്ല. അവര് പിതാവിനെയും പുത്രനെയും പരിശുദ്ധ ആത്മാവിനെയും റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധനായ ദൈവം കരുണ തോന്നി സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി അന്ന് മുതൽ ആരംഭിക്കുക. ഇതിനെയാണ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തിലെ പാപികളിൽ ഒന്നാമനായിരുന്ന പൗലോസിനെ വിളിക്കുക. കാര്യം പോളാണ് ഈ സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുവാനും പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പ്രവർത്തിക്കുവാനുമുള്ള കമാൻഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് അന്ന് ഉലകത്തിനുണ്ടായിരുന്ന പാപികളിൽ ഒന്നാമനായ പൗലോസിനെ വിളിച്ചുകൊണ്ടൊരു കൃപാ കാലഘട്ടം, ദൈവത്തിന്റെ ഒരു കൃപാ കാലഘട്ടം, ഐ ആം ദ ചീഫ് ഓഫ് ദോസ് സിന്നേഴ്സ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്ന പൗലോസിനെ വിളിച്ചുകൊണ്ടൊരു പുതിയ കാലഘട്ടം ആരംഭിക്കുക. അതാ പോൾ പറയുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവിടെ മുതൽ ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുക. ഇതിനെയാണ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ദ ചർച്ച് എന്ന് പറയുന്നത്. ഇതാണ് ഗ്രേസ് പീരീഡ്. കർത്താവിന് കരുണ തോന്നി സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇവിടെ ഇതിന് മുൻപുണ്ടായിരുന്ന കാലത്ത് യഹൂദന്മാർക്കും യഹൂദ മതാനുസാരികൾക്കുമായിരുന്നു ഈ രക്ഷ ഉണ്ടായിരുന്നത്. ഒരു ജാതിയൻ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ യഹൂദ മതാനുസാരിയായിട്ട് മാറണം. യഹൂദ മതാചാരങ്ങൾ മുഴുവനും അവൻ പാലിക്കണം. പരിച്ഛേദന മുതൽ ഒന്നേന്ന് തുടങ്ങണം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ർക്കും അങ്ങനെ ഒരു പ്രത്യേകതയുമില്ല. ഇന്ന് യവനെന്നുമില്ല, യഹൂദനെന്നുമില്ല, ജാതിയൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ രക്ഷിക്കപ്പെടുവാൻ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു കാലഘട്ടമായി ഈ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതിന്റെ അവസാനം റാപ്ചർ നടക്കും. ഈ സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെടും. അത് സ്വർഗത്തിൽ വാഴുവാനായിട്ട് പോകുക. ഏതാണ് ഈ റാപ്ചർ എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കിയേ, ഈ പഴയ നിയമത്തിൽ ഈ പോളിന്റെ കാലഘട്ടം വരെ ഇൻക്ലൂഡിങ് കർത്താവ് ലോകത്തിൽ വന്നപ്പോഴും 12 ശുശ്രൂഷ വേളയിലും ഒന്നും ഈ റാപ്ചറിനെ കുറിച്ച് അവർക്ക് അറിയത്തില്ല. അവർക്ക് കേൾവി പോലുമില്ല. അവർക്കെല്ലാം അറിയാവുന്നത് സ്വർഗം ഭൂമിയിലേക്ക് വരുന്നതാണ്. അബ്രഹാം അതിനുവേണ്ടിയാ കാത്തിരുന്നത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഭവനത്തിനു വേണ്ടി, പട്ടണത്തിനു വേണ്ടി അവർ കാത്തിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവും പറഞ്ഞത്, ഞാൻ പോയി ഭവനം ഒരുക്കി കഴിഞ്ഞാൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ആ ഭവനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഞാനത് കാണിക്കാം. നാം ഇവിടെ നിന്നും റാപ്ചറിൽ ചേർക്കപ്പെട്ട സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഈ റാപ്ചർ എന്ന് പറയുന്ന കാര്യം ഇതിനു മുമ്പ് ഒരു കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. ഇതിനു ശേഷം ഇത് ഒരാർക്കും ആപ്ലിക്കബിളും അല്ല. കാര്യം ഈ ഗ്രേസ് പീരീഡിലെ പ്രോഡക്റ്റിനെ ചേർക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയായി ഈ റാപ്ചർ. നാം അങ്ങനെ സ്വർഗത്തിലേക്ക് പോവുക. ഇതാണ് എറ്റേണിറ്റി ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നാം നിത്യം ഈ ഭവനത്തിൽ, ഈ സ്വർഗത്തിൽ നമ്മൾ വസിക്കും.
ഇതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയുമല്ല, സ്വർഗവും ഭൂമിയും ഉണ്ടാക്കി. ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ഇത് രണ്ടും രണ്ട് സ്വർഗീയ പദ്ധതിയാണ്. ഒരു കൂട്ടർ ഹെവനിൽ താമസിക്കും, ഒരു കൂട്ടർ നിത്യതയിൽ ഭൂമിയിൽ, പുതുവാന ഭൂമിയിൽ താമസിക്കും. അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിൽ കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും ഞാൻ അനുഗ്രഹിക്കും. ഇവര് രണ്ടുപേരും രണ്ട് കൂട്ടരാ. ആ സ്വർഗത്തിലേക്ക് പോകുന്ന പദ്ധതി സ്വർഗത്തിൽ അന്ന് വരെ ദൈവം മറച്ചു വെച്ചിരുന്ന പദ്ധതിയാണ്. കൊലോസി ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. ഞാൻ എല്ലാ വാക്യങ്ങളും കാണിക്കുന്നില്ല, കാര്യം ഇത് പെട്ടെന്നൊന്ന് പറഞ്ഞ് എന്റെ വിഷയം സ്നാനമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബേസിസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കൊലോസി ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുക, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. കൊലോസി ലേഖനം എഴുതുന്ന കാലത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുക, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമാണ്. സ്വർഗത്തിൽ എന്നേക്കും മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. റോമാലേഖനം 16-ാം അധ്യായം 25-ാം വാക്യമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഞാൻ അധികം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എനിക്ക് നിങ്ങളെ ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് നാം നിത്യം സ്വർഗത്തിൽ വസിക്കുന്നതാ. അവിടം വരെ പോയിട്ട് യു ടേൺ അടിച്ച് തിരിച്ച് ഭൂമിയിലോട്ട് വരുന്ന പദ്ധതി അല്ല ഇത്. പെർമനന്റ്ലി eternally we will be living in the heavenlies. ആ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു നോക്കുക. അവിടെ പറയുന്നത് നമുക്ക് കാണാം, കൂടാരമായ ഈ ഭൗമ ഭവനം ഒഴിഞ്ഞു പോകും, നിത്യമായ ഒരു സ്വർഗീയ ഭവനം ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഈ ഭൗമ ഭവനം ഉണ്ടല്ലോ, ഇത് ഒഴിഞ്ഞു പോകും. നിത്യമായ ഒരു സ്വർഗീയ ഭവനം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുക. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നെ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം മേഘങ്ങളിൽ ദൈവത്തെ എതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ ചേർക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. വി വിൽ ബി വിത്ത് ദ ലോർഡ് ഇൻ ദ ഹെവൻലീസ് ഫോർ എവർ. പോയിട്ട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഭൂമിയിലോട്ട് വരുന്ന ഒരു പദ്ധതി അല്ല അത്. ഈ കാര്യം നമുക്ക് അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്താണേ നമുക്ക് അറിയാൻ പറ്റാതെ പോകും. ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഈ റെഡ് കളറിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ആക്ച്വലി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന നിങ്ങളുമായിട്ട് യാതൊരു സംബന്ധമുള്ള കാര്യമല്ല. ഇവിടെ ഒരു പിതാക്കന്മാരും ഇതിലില്ല നിങ്ങളുടെ. ഹല്ലേലൂയ. നാം ഇവിടുന്ന് പോയതിനു ശേഷം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന പദ്ധതി വീണ്ടും പുനരാരംഭിക്കുക. ഇതിനെയാണ് ഒരു ഭയങ്കര ട്രിബുലേഷൻ പീരീഡിൽ കൂടെ അവർ കടന്നു പോകും. ഇതാ റോമാലേഖനം 11:26 പറയുന്നത്, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും, അവരിൽ 2/3 ഭാഗം ഇവിടെ രക്ഷിക്കപ്പെടും, അവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. അങ്ങനെ അവർ ഭയങ്കര ഒരു ശോധനയിൽ കൂടി കടന്നു പോകും, മഹാപീഡനത്തിൽ കൂടി കടന്നു പോകും. അന്ന് ഇസ്രായേലിനെ ദൈവം കനാൻ ദേശത്തേക്ക് നടത്തിയതുപോലെ ദൈവം അവരെ കഴുകൻ തന്റെ ചിറകടിയിൽ പരിപാലിക്കുന്ന പോലെ അവരെ കാത്തു പരിപാലിക്കും. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ദൈവം അവരെ കാത്തു പരിപാലിക്കും. അതിന്റെ അവസാനം കർത്താവ് രാജാവായിട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. ഇതായിരുന്നു അവർ കാത്തിരുന്ന അവരുടെ രാജാവായ മശിഹ അവരുടെ ഇടയിലേക്ക് വരും. എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത 1000 ആണ്ട് അവരോടൊപ്പം വാഴുവാൻ, സഹസ്രാബ്ദ വാഴ്ചയ്ക്കായിട്ട് 1000 ആണ്ട് കർത്താവ് അവരോടൊപ്പം വാഴും. അതിനുശേഷം ഒരു വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി ഉണ്ടാകും. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച സ്വർഗീയ ഭവനം ഭൂമിയിലേക്ക് ഇറങ്ങും. ഇതാണ് അവരുടെ സ്വർഗീയ പദ്ധതി എന്ന് പറഞ്ഞത്. ഈ ഭവനം എന്ന് പറയുന്നത് 12 മതിലുകളും 12 പട്ടണങ്ങളും 12 ഗോപുരങ്ങളും ഒക്കെ ആയിട്ട് ആ 12 ഗോത്രത്തിന്റെ പദ്ധതിയാണ്. ആ 12 എന്ന് പറയുന്നത് ഇനി ഇസ്രായേൽ ഗോത്രമാണ്. അതിനൊത്തവണ്ണം 12 പേരെ ദൈവം എണ്ണി എടുത്തിരിക്കുക, അതിനെ ഭരിക്കുവാനും അതിനെ സിംഹാസനത്തിൽ കർത്താവിനോടൊപ്പം വാഴുവാനുമായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് രണ്ടും ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന പോലുള്ള 2 സ്വർഗീയ പദ്ധതികളാണ്. ഇത് രണ്ടും ദൈവിക പദ്ധതികളാണ്. ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് ബൈബിളിലാണ്. ഒന്നിന് യഹൂദിയ പദ്ധതി എന്ന് പറയാം, ഒന്ന് ക്രിസ്തീയ പദ്ധതി എന്ന് പറയാം. പക്ഷെ നമുക്കിത് രണ്ടും അറിയാതെ ചക്കപ്പുഴുക്ക് മാതിരി ഇത് മുഴുവനോടെ കൂടി കുഴഞ്ഞിരിക്കുന്നത് കാരണം ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ ചേർക്കും, എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചേർക്കും, റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എടുക്കും. അങ്ങനെ ഒരുമാതിരി സ്പഗറ്റി മാതിരി ഒരു വിധത്തിൽ അഴിക്കാൻ പറ്റാത്ത രീതിയിൽ കുരുങ്ങി തിരിഞ്ഞിരിക്കുക. അതുകൊണ്ട് സ്നാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങ് കയറി ഏറ്റെടുത്തിരിക്കുക. ആരോട് എന്തിനു പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ഞാൻ നിങ്ങളെ പെട്ടെന്നൊന്ന് കാണിച്ചു പോകാം. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, പക്ഷെ വാക്യങ്ങൾ കാണിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ വേറൊരു ഡ്രോയിങ് നിങ്ങളെ ഒന്ന് കാണിക്കാം, വേറൊരു സ്കെച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇവിടെ
ഇതാണ് ആ ഒരു സ്കെച്ച് ഞാനിപ്പോ കാണിച്ചതുപോലെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ആ പഴയ നിയമത്തിൽ എന്ത് നടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ടൈം പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ അപ്പോസ്തല പ്രവർത്തികൾ 8-ാമത്തെ അധ്യായം വരെ, ഇവിടെ കാണുന്ന അപ്പോസ്തല പ്രവർത്തികൾ 8-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 12 മുതൽ അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം വരെയാണ് ഈ മുൻകാലം എന്ന് പറയുന്നത്. ഇതിനെയാണ് മുൻകാലം എന്ന് പറയുന്നത്. അതിനുശേഷം ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുക, പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിക്കുക, കോൾ ഓഫ് പോൾ. അന്ന് മുതല് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം റിവീൽഡ് ആക്കുക. ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇതാണ് റോമ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ 13 ലേഖനങ്ങളിൽ കൂടി ദൈവം ഒരുവനെ വിളിച്ചിരിക്കുക. ആ അപ്പോസ്തലൻ കൂടി സഭാ ലേഖനങ്ങളെന്നും ഇടയ ലേഖനങ്ങളെന്നും ഒക്കെ പറഞ്ഞ ഈ പദ്ധതി ആ ഒരു വലിയ പണ്ടൂര ബോക്സിന്റെ കെട്ടഴിച്ച് ആ കാര്യം ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുക. അതിനുശേഷം നാം ഇവിടുന്ന് റാപ്ചറിൽ പോയതിനു ശേഷം ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഓരോ റെഫറൻസുകൾ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. ആ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാകും. എബ്രായ ലേഖനം മുതൽ, എന്താ എബ്രായ ലേഖനം? അത് എബ്രായർക്ക് എഴുതിയിരിക്കുന്ന ലേഖനമാണ്. അവരെ അവിടെ മുതൽ വെളിപ്പാട് വരെയുള്ള കാര്യങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നത്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്ന ഭാഗം അവിടെ മുതൽ. ഇതാണ് ഇതിന്റെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ പഴയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശിന് മുൻപുള്ള കാലത്തെയാണ് നാം പഴയ നിയമം എന്ന് പറയുന്നത്. ശരി, അങ്ങനെ തന്നെ നമുക്ക് കരുതാം പഴയ നിയമം അതാണെന്ന്. അവിടെ എന്തിന് ബാപ്റ്റിസം കൊടുത്തിരുന്നു? അവിടെ ബാപ്റ്റിസം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് ബാപ്റ്റിസം കൊടുത്തിരുന്നു. നമ്മൾ ബാപ്റ്റിസം നടത്തിയിരുന്നതിന്റെ 10 ഇരട്ടി ബാപ്റ്റിസം അവർ ചെയ്തിരുന്നു. അവരുടെ ഇടയിലും ഈ മുഴുകലും കഴുകലും മുങ്ങലും മുക്കലും എല്ലാം അവിടെയും ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഹീബ്രു ഭാഷയിൽ എഴുതിയത് കാരണം ബാപ്റ്റിസം എന്നല്ല എഴുതിയിരിക്കുന്നത്, തെവില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. നാം പുതിയ നിയമം എന്ന് പറയുന്ന പുസ്തകങ്ങളിൽ കാണുന്ന ബാപ്റ്റിസത്തിന്റെ 10 ഇരട്ടി ബാപ്റ്റിസം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ യെരുശലേം ദേവാലയത്തിന്റെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കുളങ്ങൾ കാണാം. അവിടെ ബെത്സേദാന്നും ബെഥേസ്ദാന്നും ശീലോഹോമെന്നും ശലോമോന്റെ കുളമെന്നും ഒക്കെ പറഞ്ഞ് അനേക കുളങ്ങൾ കാണുവാനായിട്ട് കഴിയും. അത് അവരെ ബാപ്റ്റിസം നടത്തുവാൻ വേണ്ടിയിട്ട് തെവില്ല എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. ആ ബാപ്റ്റിസം നടത്തുന്ന കുളങ്ങളെ പറഞ്ഞിരുന്നത് മിക്കുവേ എന്നാ. മിക്കുവേ, ഞാൻ 1-2 പിക്ചറുകൾ നിങ്ങളെ ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, ഒരു നിർബന്ധവുമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ നിത്യ നരകാഗ്നിയിൽ ചെന്ന് ചേരുന്നതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾ സൈൻ ചെയ്ത് വാങ്ങിക്കുകയാണ് എന്ന് മറക്കണ്ട. മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണുക, മനസ്സിലാക്കുക. ഇത് യഹൂദന്റെ സ്നാനകുളമായി കാണുന്നത്. അവരെ സ്നാനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് 7 പടികളുണ്ട്. അത് ഇറങ്ങിപ്പോയിട്ട് അവർക്ക് സ്നാനം സ്വീകരിക്കണം. ഇത് അവരുടെ മിക്കുവയാണ്. മിക്കുവ എന്ന് പറയുന്നത് സ്നാനം നടത്താനുള്ളതാണ്. സ്നാനത്തിന് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുന്നത്? തെവില്ല എന്നാണ് അതിനെ ഹീബ്രു ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാ വേറൊരു പിക്ചർ ഞാൻ കാണിക്കുന്നത്. ഇത് അവരുടെ സ്നാനക്കുളം തന്നെയാണ്. ഇതിനെയാണ് മിക്കുവ എന്ന് പറയുന്നത്. കണ്ടില്ല, മിക്കുവ ഈ സ്നാനക്കുളമാണ്. ഇത് പഴയ നിയമത്തിൽ, ഇന്ന് പുതിയ നിയമത്തിൽ കാണുന്നതിന്റെ 10 ഇരട്ടി കൂടുതൽ സ്നാനം അന്ന് നടത്തിയിരുന്നു. ഇതാണ് പറയുന്നത് മിക്കുവ. കണ്ടില്ലോ, റീഡയറക്ട്സ് ഹിയർ. ഓക്കെ, ഇവിടെ ഇൻ ഓർത്തഡോക്സ് ജുഡായിസം ദീസ് റെഗുലേഷൻസ് ആർ സ്റ്റെഡ്ഫാസ്റ്റ്ലി അഡ്ഹിയർഡ്. അവരുടെ ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ റൈറ്റ്സിന് വേണ്ടി പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്ന. ഇത് ഞാൻ എങ്ങൊന്നും കൊണ്ടുവന്നല്ല, വിക്കിപീഡിയ, നിങ്ങൾക്ക് ബ്രിട്ടാനിക്കായ വിക്കിപീഡിയയൊക്കെ മിക്കുവാന്നോ തെവില്ലാന്നോ ഒക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ യഹൂദന്റെ ഈ സ്നാനക്കുളത്തെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പദ്ധതിയെല്ലാം യഹൂദന് വേണ്ടി ദൈവം കൽപ്പിച്ചു കൊടുത്തിരുന്ന പദ്ധതിയാണ്. അവിടെ എന്തിനു വേണ്ടിയിട്ട് അവർ സ്നാനം കഴിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്ക് വേണ്ടി സ്നാനം നടത്തിയിരുന്നു. പ്രധാനമായിട്ടും അവർ നടത്തിയിരുന്ന സ്നാനം കണ്ടോ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക്. പ്യൂരിഫിക്കേഷൻ, അതായത് അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി കൊടുത്തിരുന്നത് ആ പ്യൂരിഫിക്കേഷൻ. ഈ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പല വിധമായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ ഉണ്ട്. സാധാരണ ആണിനും പെണ്ണിനും ഒക്കെ അവരുടെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് സഹോദരിമാർക്ക് എല്ലാ മാസത്തിലും അവർക്ക് ആ പ്യൂരിഫിക്കേഷൻ കർമ്മങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അവർക്ക് വീട്ടിൽ കയറാനോ ആലയത്തിൽ കയറാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും അവർക്ക് ആ പ്യൂരിഫിക്കേഷൻ സ്നാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുഷ്ഠരോഗം മാതിരിയുള്ള അസുഖങ്ങള്, അതുപോലുള്ള ചില പ്രത്യേക അസുഖങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ശുദ്ധമായി കഴിഞ്ഞാൽ പ്രത്യേക സ്നാനം അതിനു വേണ്ടിയിട്ട് പ്യൂരിഫിക്കേഷന്റെ ഭാഗമായിട്ട് നടത്തിക്കണം. എന്നാലേ അവർക്ക് ജനത്തിന്റെ ഇടയിൽ
വരാനോ അല്ലെന്നുണ്ടെങ്കിൽ ആലയത്തിൽ കടക്കാനോ കഴിയത്തുള്ളൂ. റീസ്റ്റോറേഷൻ എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് മാനസാന്തരമാ, മടങ്ങി വരവ്, യഥാസ്ഥാനപ്പെടുക. അവര് ഇസ്രായേലിന്റെ ദൈവത്തെയും ദേവനെയും ഒക്കെ വിട്ടിട്ട് അവർ അന്യദൈവ ആരാധനയിൽ പോയിരിക്കുന്നതായിട്ട് നമുക്കറിയാം. അവര് ബാലിനെയും അശേരായെയും അർത്തമീസ് ദേവിയും ഒക്കെ ആരാധിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ വരെ അവരുടെ ദേവി ദേവന്മാർക്ക് ബലി അർപ്പിക്കുന്ന രീതിയിലൊക്കെ പോയി ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു ജനമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ എന്റെ ജനമല്ലാത്തവണ്ണം ലോ അമ്മി എന്ന സ്റ്റാറ്റസിലേക്ക് അവർ അകന്നു പോയിരിക്കുന്നവരാ. ഇവിടെ അവർ മടങ്ങി വരുമ്പോൾ, യഥാസ്ഥാനപ്പെടുമ്പോൾ അവരെടുക്കേണ്ടുന്ന സ്നാനമാണ് ഈ റീസ്റ്റോറേഷന് വേണ്ടി കാണിച്ചിരിക്കുന്ന സ്നാനം. കണ്ടില്ലേ, രണ്ടാമത്തെ സ്നാനം. ഇതിനെയാണ് മാനസാന്തരം എന്ന് ആക്ച്വലി പറയുന്നത്. ആ മനസ്സിനൊരു അന്തരം ഉണ്ടായിട്ട് അവർ ദൈവജനമാ, ദൈവത്തിന്റെ മക്കളാ. അവര് മടങ്ങി വരാൻ വേണ്ടിയിട്ട് അവര് എന്റെ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നവരാ. നമ്മളെ പോലല്ല, നമുക്കെങ്ങും മടങ്ങി വരാനില്ല. നമ്മൾ ഓൾറെഡി തെറ്റിപ്പോയിരിക്കുന്നവരാ. നമ്മൾ അശേരായെയും അർത്തമീസ് ദേവിയും ഒക്കെ ആരാധിച്ച് അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടി നടക്കുന്ന ജാതീയ ജനങ്ങളാ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല ഇത്. അന്ന് നമ്മൾ ഈ വിശ്വാസത്തിലയില്ല, അന്ന് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, മനസ്സിലായോ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരുമാണ് നമ്മൾ. ഈ മടങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ബീഡി വലി നിർത്തുക എന്നല്ല അതിന്റെ അർത്ഥം. അവരോട് മടങ്ങി വരാൻ പറയുക. ഇതൊന്നും നമുക്കറിയാതെ, ഇതെല്ലാം നമ്മുടെ ഉപദേശമായിട്ട് നമ്മൾ കയറി ഏറ്റെടുത്തിരിക്കുക. മൂന്നാമത് കൺവേർഷൻ. ഒരു മനുഷ്യൻ കൺവേർട്ടായിട്ട്, അതായത് ജുഡായിസത്തിലേക്ക് വരിക, ആ യഹൂദ മതാനുസാരിയായിട്ട് മാറുക. പ്രോസലൈസേഷൻ എന്ന് പറയും. അതായത് ഒരുവൻ ആ ഏക സത്യദൈവ വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവനെ ഈ ജൂവിഷ് പ്രോസലൈറ്റ് ആയിട്ട് മാറുക. പരിച്ഛേദനയേറ്റ് കൽപ്പനകൾ സ്വീകരിച്ച് സ്നാനം സ്വീകരിച്ച് അവൻ അതിലേക്ക് വരിക. അതിനെയാ കൺവേർഷൻ എന്ന് പറയുന്നത്. പരിവർത്തനം നടക്കുക. അത് കഴിഞ്ഞാൽ സർക്കംസിഷൻ. ഒരാളെ സർക്കംസൈസ് ചെയ്യുമ്പോഴത്തേന് കുഞ്ഞിനെ സ്നാനപ്പെടുത്തുന്നേക്കാൾ അവന്റെ അപ്പൻ സ്നാനപ്പെടണം. സർക്കംസൈസ് ചെയ്യുന്ന കുഞ്ഞിന്റെ, പരിച്ഛേദന കഴിക്കുന്ന കുഞ്ഞിന്റെ അപ്പൻ സ്നാനപ്പെടണം. ടെമ്പിൾ സർവീസ് ഓർ പ്രീസ്റ്റ്ഹുഡ്, ഈ ആലയത്തിലെ ഏതൊരു ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൽ സ്നാനം കഴിഞ്ഞതിന് ശേഷമേ അതിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ആലയത്തിന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അനേക കുളങ്ങൾ നിങ്ങൾക്ക് കാണാം. എല്ലാം ഇതിന്റെ ഓരോ പർപ്പസിലേക്ക് കൊടുത്തിരിക്കുന്നതാ. ഇന്ന് നിങ്ങൾ ഇസ്രായേലിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മിക്കുവകൾ കാണാൻ പറ്റും. അവരുടെ സ്നാനത്തിനുള്ളതാ അത്. അവർ ഏതെല്ലാം ദേശത്ത് പോയിട്ടുണ്ടോ അവരുടെ സിനഗോഗിനോട് ചേർന്ന് ഈ ഒരു സ്നാനക്കുളം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ നടത്തുന്നതിന്റെ 10 ഇരട്ടി സ്നാനം അവർ പഴയ നിയമത്തിൽ ചെയ്തിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് 9th month ഓഫ് പ്രഗ്നൻസി. ലേഡീസ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അവരുടെ 9ാമത്തെ മാസത്തിൽ അവർക്ക് ഈ ഒരു പ്രത്യേക സ്നാനം സ്വീകരിക്കണം. പ്രസവത്തിന് മുൻപായിട്ട്. ശബാത്ത് ആചരിക്കുമ്പോൾ അതിനു മുൻപായിട്ട് അവർ സ്നാനം ഏൽക്കണം. എത്രമാത്രം സ്ട്രിക്റ്റ് ആണ് അവരുടെ ടെവില്ല, അവരുടെ സ്നാനം എന്ന് നിങ്ങൾ നോക്കിയേ. പഴയ നിയമത്തിൽ ഇതായിരുന്നു സ്നാനത്തിന്റെ ക്രമം. അതുകൊണ്ട് തന്നെ ആ യോഹന്നാൻ സ്നാപകൻ ഇവിടെ വന്ന് സ്നാനം കഴിപ്പിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനോട് ആരും ചോദിക്കുന്നില്ല, അല്ലോ യോഹന്നാനെ താങ്കൾ എന്തുവാട് പോയി കാണിക്കുന്നത്, ആരും ചോദിക്കുന്നില്ല. കാര്യം അവർക്ക് ദൈനംദിനം ചെയ്യുന്ന കാര്യവും വളരെ ഫെമിലിയർ, അവർക്കിത് അറിയാം. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാനോട് ചോദിച്ചത്. എന്തുവാന്നല്ല ചോദിച്ചത്, എന്തിനാണ് ഈ സ്നാനം എന്നാ ചോദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം യോഹന്നാന്റെ ഇതെല്ലാം പഴയ നിയമത്തിലെ സ്നാനമാണ്. ആ സ്നാനത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ സ്നാനം കഴിക്കുന്നത്. യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് കഴിപ്പിക്കുന്നത്. അതായത് ഈ റീസ്റ്റോറേഷൻ, മടങ്ങി യഥാസ്ഥാനപ്പെടുത്തുന്നവരെ മാനസാന്തര സ്നാനമാണ് കഴിപ്പിക്കുന്നത്. എന്നാൽ കർത്താവ് ഇവിടെ വന്ന് സ്നാനം ഏൽക്കുക. ഇതൊക്കെ നിന്ന് വിവരിക്കേണ്ടതാണ്. ഞാൻ ഒത്തിരിയും എപ്പിസോഡുകളിൽ കൂടി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓടിച്ചു വിടുക. കാര്യം എൻ്റെ വിഷയം ഈ ഗ്രേസ് പീരീഡിലെ സ്നാനം അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ സ്നാനമാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു ബേസ് നിങ്ങൾക്കൊന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊന്ന് കാണിച്ചു പോവുക. ഈ വിഷയമൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അനേക ക്ലാസ്സുകളിൽ. ഇന്ന് എന്നോട് കമന്റ് ചെയ്ത ഒത്തിരി പേര് പറഞ്ഞേക്കാണ്, യേശു ക്രിസ്തു സ്നാനപ്പെട്ടില്ലേ അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടുന്നു എന്ന്. ദൈവദൂഷണം എന്നാണ് ഇതിനെ പറയേണ്ടത്. ദൈവദൂഷണം. കർത്താവിന്റെ സ്നാനം എന്താ, താങ്കൾ സ്നാനപ്പെടുന്നത് എന്താ? കർത്താവിന്റെ സ്നാനം എന്ന് പറഞ്ഞാൽ മാതൃക കാണിക്കാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ താങ്കൾ എന്തിന്റെ മാതൃകയാണ് കാണിച്ചിട്ടുണ്ട്? വെള്ളത്തിൽ മുങ്ങുന്നതിന്റെ മാതൃകയോ? അതാണോ താങ്കൾക്ക് അറിയാതിരുന്നത്? ഇവിടെ കർത്താവിന്റെ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് തന്നെ വെളിപ്പെടുത്തേണ്ടത്. ഞാൻ ഒരു വാക്യം പെട്ടെന്ന് കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് കണ്ടോ? ഞാനും അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ പറയുക, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ അവൻ വന്നിരിക്കുന്നു. ഇസ്രായേലിന് വെളിപ്പെടാൻ. ആൻഡ് ഐ ന്യൂ ഹിം നോട്ട് ബട്ട് ദാറ്റ് ഹി ഷുഡ് ബി മെയ്ഡ് മാനിഫെസ്റ്റ് ടു ഇസ്രായേൽ. Therefore am I come baptizing with water. കണ്ടോ, ഇസ്രായേലിനെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് കർത്താവിന്റെ ആ സ്നാനം എന്ന് പറയുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായി മാനസാന്തരം ആവശ്യമുള്ള ഒരു സാധാ യഹൂദനെ പോലെ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാനായിട്ട് അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവ് ഇറങ്ങി യോഹന്നാന്റെ കൈക്കീഴിലേക്ക് ചെല്ലുക. യോഹന്നാൻ പറയുക, കർത്താവേ
എനിക്ക് നിന്നാൽ സ്നാനം ആവശ്യമെന്ന് പറയുമ്പോഴും കർത്താവ് പറയുന്നത് കണ്ടില്ലയോ? ഒരു സാധാരണക്കാരനായിട്ട് തന്നെ ഭൂമിയോളം താഴ്ത്തിയിരിക്കുക. അങ്ങനെ കർത്താവ് ഇറങ്ങി ചെന്നിട്ട് പറയുക, ഇങ്ങനെ ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കേണ്ടുന്നത് ഉചിതം. കർത്താവ് മനുഷ്യകുലത്തിന്റെ മകുട ഉദാഹരണമായിട്ട് ഒരു സാധാ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേലിന് തന്നെ വെളിപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് തന്റെ മേൽ പ്രാവ് പോലെ ഇറങ്ങിയിരിക്കുക. ആകാശം തുറന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവത്തിന്റെ ശബ്ദം അശരീരിയായിട്ട് കേൾക്കുക. പുത്രൻ യോർദാനിൽ സ്നാനപ്പെടുക. ഇസ്രായേലിന് തന്നെ വെളിപ്പെടുത്തേണ്ടതിനുള്ള സ്നാനമാണ് നടക്കുന്നത്. അത് താങ്കളെ മാതൃക കാണിക്കാനൊന്നും അല്ല. അതല്ല അവിടെ നടക്കുന്ന സ്നാനത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ആ ഡ്രോയിങ് വീണ്ടും കാണിച്ച് പെട്ടെന്ന് ഈ വിഷയം പറഞ്ഞ് അധികം വീഡിയോ ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അല്പം കൂടി പോയിട്ടുണ്ടെങ്കിൽ ജനം ഇത് കാണത്തില്ല. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടക്കുന്നതായിട്ട് നമുക്കറിയാം. ഈ ക്രൂശിന് മുൻപും ക്രൂശിന് പിൻപും എല്ലാം ഉലകം മുഴുവനും മാനവരാശി മുഴുവനും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ ക്രൂശിലൂടെ നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ്യ പദ്ധതിയില്ല. വേറെ ഒന്നിലും ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടത്തില്ല. ഇന്ന് ഉലകത്തിന്റെ പാപം കഴുകിക്കളയുന്നത് കർത്താവിന്റെ കാൽവറിയില്ല. ഒരു വെള്ളത്തിലും താങ്കളുടെ ഒരു പാപവും കഴുകത്തില്ല. ഒരു വർഷം മുഴുവനും താങ്കളെ ഒരു കടലിൽ മുക്കിയിട്ടാലും ഒരു പാപവും കഴുകിപ്പോകത്തില്ല. ഉലകത്തിന്റെ മുഴുവനും പാപം കഴുകുന്നത് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച പരമയാഗത്തില, ആ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റില, ആ പ്രോപ്പിച്ചിയേഷൻ ഡെത്തിലാണ് നമ്മുടെ പാപം കഴുകിക്കളയുന്നത്. അതിന് മുൻപും അങ്ങനെ തന്നെ, അതിന് പിൻപും അങ്ങനെ തന്നെ. എന്നാൽ അതിന് മുൻപുള്ള ജനത്തിന് അത് അറിയത്തില്ല. അവർക്ക് ഇതിന് മുൻപുണ്ടായിരുന്ന പഴയ നിയമത്തിലെ ജനത്തിന് ഈ ക്രൂശോ കർത്താവ് മരിക്കുമെന്നോ അതിലൂടെ പാപം കഴുകിക്കളയുമെന്നോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോരോ മൃഗങ്ങളെ അവരുടെ പാപത്തിന്റെ ബഹുത്വത്തിനനുസരിച്ച് വണ്ണം അതിന്റെ രക്തം ചൊരിയുവാനായിട്ട് യാഗം കഴിക്കുവാൻ കൽപ്പിച്ചാക്കിയിരുന്നു. അതെല്ലാം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. ഇറ്റ് വാസ് ഓൾ ഷാഡോ ഓഫ് കമ്മിങ് ഗുഡ് തിങ്സ്. എബ്രായ ലേഖനം 10-ാം അധ്യായം 1-ാം വാക്യം പറയാം, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിരുന്നു. മനസ്സിലായോ? ഇതിന് ശേഷവും മുഴുവനും ലോകവും രക്ഷിക്കപ്പെടുന്ന കർത്താവിന്റെ ക്രൂശിലാണ്. ഇവിടെ നിന്ന് മാത്രമല്ല, ഈ കൃപായുഗത്തിലും ഈ ട്രിബുലേഷൻ പീരീഡിലും ഈ 1000-ാം ആണ്ടിലും മുഴുവനും ജനവും രക്ഷിക്കപ്പെടുന്നത് കർത്താവിന്റെ ക്രൂശിലെ വിശ്വാസത്താലാ. അവൻ ഒരിക്കലായി എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുക. ഇതിനുശേഷം ഒരു കാളയും ഒരാടിനെ ഇവിടെ അറക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, എന്നാൽ പിന്നെ എന്തിനാണ് ഇവരെ സ്നാനം കൊടുത്തതെന്ന് നമുക്ക് ചോദിക്കാം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം 12 അപ്പോസ്തലന്മാരെ അയച്ച് ലോകം മുഴുവനും ചിതറി പാർക്കുന്ന യഹൂദനെ ഈ സദ്വർത്തമാനം അറിയിക്കാനാ പറയുന്നത്. അല്ലാതെ ലോകം മുഴുവനുള്ള ജാതികളെ ഇത് അറിയിക്കുവാനായിട്ടല്ല. അത് ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കത്തില്ല. കാര്യം അതിനുവേണ്ടി തന്നെ ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാം. അത് ഉലകം മുഴുവനും ചിതറിക്കിടക്കുന്ന ഈ യഹൂദൻ, അവർ ഉലകം മുഴുവൻ, ഇവിടെ 30% യഹൂദനെ ഇസ്രായേലിലുള്ളൂ, ബാക്കി മുഴുവൻ ഉലകം മുഴുവൻ ചിതറിക്കിടക്കുക. അവരെ ഈ സദ്വർത്തമാനം അറിയിക്കണം. അതിനാണ് അവർക്ക് ആ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്നത്. പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും നമ്മൾ വരുത്തി തീർത്തിരിക്കുക. ഓൾ നേഷൻസ് ഗോ ye and teach all nations എന്ന്. ആ നേഷൻസ് എന്ന് പറയാൻ കാര്യം, ആ ദേശം മുഴുവനും യഹൂദൻ ചിതറിപ്പാർക്ക് അങ്ങ് കൊച്ചി വരെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? ആ കിടക്കുന്നവരോടെല്ലാം ഈ സദ്വർത്തമാനം അറിയിക്കണം. പിതാവേതാ, പുത്രനേതാ, പരിശുദ്ധാത്മാവേതാ, സ്വർഗമേതാന്ന് അറിയാൻ വയ്യാത്ത, ഏക്കേതാ പൂക്കേതാന്ന് അറിയാത്ത ജാതിയെ രക്ഷിക്കുന്ന പദ്ധതി അല്ലാതെ അത് നമ്മൾ ഇതങ്ങനെ വരുത്തി തീർത്തിരിക്കുക. അതൊക്കെ വലിയ ചരിത്രമാണ്. അതിനെക്കുറിച്ച് അനേക എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ ഏറെക്കുറെ അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് ചെയ്തേക്കാം. ഓക്കെ, കമ്മിങ് ഹിയർ. ഇവിടെ എന്തുകൊണ്ടായിരുന്നു സ്നാനം കൊടുത്തിരുന്നത്? പലരും എന്നോട് ചോദിച്ചു, താങ്കൾ മത്തായി കണ്ടിട്ടില്ലയോ, മർക്കോസ് താങ്കൾക്ക് അറിയാമോ, ആക്ട്സ് 2-ലെ സ്നാനം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം എന്താ അതിന്റെ സ്നാനമെന്ന്. ഇവിടെ മത്തായിയുടെ പുസ്തകം 28-ൽ പറയുന്ന സ്നാനം താങ്കൾ ബൈബിൾ കണ്ടിട്ടുള്ളതിനേക്കാൾ ഏറെ പ്രാവശ്യം ഞാനത് വായിച്ചിട്ടുണ്ട്. അത്രമാത്രം ഡീപ്പായിട്ട് അത് പഠിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുമാ അത് താങ്കൾക്കുള്ള സ്നാനം അല്ല എന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നത്. ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഞാൻ ഇത് പറയാൻ ഇറങ്ങിയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-16 പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സീ ദിസ്, മർക്കോസ് 16:16. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും.
വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എനിക്കറിയാം. പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്നത് ആരോടാ? പറഞ്ഞിരിക്കുന്നത് യഹൂദനോടാ. അവരുടെ പദ്ധതിയാ. എന്തുകൊണ്ടാ യഹൂദനോട് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പദ്ധതി എന്തിന് യഹൂദനോട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഈ ക്രൂശിനെ കുറിച്ച് അറിയത്തില്ല. ഈ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് അറിയത്തില്ല. ക്രൂശിലൂടെ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തി എന്താണെന്ന് പത്രോസിനും അറിയത്തില്ല, 12 പേർക്കും അറിയത്തില്ല. ലിറ്റിൽ ഫ്ലോക്സ് ആസ് എ ഹോൾ, നൺ ഓഫ് ദം ന്യൂ വാട്ട് ഈസ് ദ ഗ്ലോറി ഓഫ് ദ ക്രോസ്. ഈ ക്രൂശിൽ കൂടെ നിവർത്തിച്ച ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അവർക്ക് ക്രൂശിന്റെ തലേദിവസം പറഞ്ഞപ്പോഴും പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന്. അതിന് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 34 വരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോട് പറയുക, നമ്മൾ ഇസ്രായേലിലേക്ക് പോവുകയും യെരുശലേമിലേക്ക് പോവുകയും എന്നെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും അവരെന്നെ തല്ലുകയും തുപ്പുകയും കൊല്ലുകയും ഒക്കെ ചെയ്യും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതൊന്നും മനസ്സിലായില്ല. അതെല്ലാം അവർക്ക് മറവായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അവർക്ക് അറിയത്തേയില്ല അതിനെക്കുറിച്ച്. കർത്താവിന്റെ ക്രൂശും അടക്കവും പുനരുദ്ധാനവും കഴിഞ്ഞ് മഗ്ദലനക്കാരത്തി മറിയം എന്ന് പറയുമ്പോഴും അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല. അങ്ങനെ ആണോ എന്നാ ചോദിക്കുന്നത്. പിന്നെ ഓടിപ്പോയി നോക്കുക, റിയലി അങ്ങനെ തന്നെ ആണോ എന്ന്. അത് കണ്ടപ്പോഴാണ് ശരിയാ, കർത്താവ് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർമ്മ വരുന്നത്. എന്നാൽ ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ, എന്നാൽ ഇനിയെങ്കിലും ബാക്കി കാര്യങ്ങൾ ചെയ്യും. പഴയ വലയും വള്ളവും ഒക്കെ തപ്പിയെടുക്കുക. പിറ്റേ ദിവസം തിബരിയാസ് കടലിൽ മീൻ പിടിക്കാൻ പോവുക. വളരെ അത്യാവശ്യമുള്ള സംഗതിയാണത്. ഇവർക്ക് ആർക്കും തന്നെ ഈ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഒരു നിർബന്ധവുമില്ല. ഇതാണ് ഇതിന്റെ ട്രൂത്ത്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനി എവിടെ കുരുങ്ങിപ്പോയിരിക്കുന്നു, എത്രമാത്രം നാശ കോടാലിയിൽ നമ്മൾ ആയി പോയിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കാം. ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയാൻ കാര്യം, ഈ സമയത്ത് ഇവർക്ക് ക്രൂശിനെ കുറിച്ച് അറിയത്തില്ല. ക്രൂശ് എന്താണെന്ന് വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ക്രൂശിലൂടെ രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയത്തില്ല. ദൈവം അത് വെളിപ്പെടുത്താൻ ആ സമയത്ത് തുനിഞ്ഞിട്ടില്ല. കാര്യം ഇവരുടെ പഴയ നിയമത്തിലെ പിതാക്കന്മാർ മുതൽ കൊടുത്തിരിക്കുന്ന ഈ പദ്ധതിയാണ് മുന്നോട്ട് പോകുന്നത്. ന്യായപ്രമാണത്തിന്റെ വിശ്വാസത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് കർത്താവ് അവരോട് പറഞ്ഞിരിക്കുന്ന സെർമൺ ഓഫ് ദ മൗണ്ടും ഗ്രേറ്റ് കമ്മീഷനും എല്ലാം അതാ അവരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ക്രൂശിന്റെ മഹത്വം അറിയാത്തത് കൊണ്ട് കർത്താവ് അവരോട് പറയുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് അതിൽ വിശ്വസിക്കണം. വിശ്വസിച്ചു കഴിഞ്ഞിട്ട് വാട്ടർ ബാപ്റ്റിസം, അത് ഇവിടെ ഒരു നിഴലായിട്ട് കൊടുത്തിരിക്കുക. ആ വാട്ടർ ബാപ്റ്റിസം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. ഇവിടെ ദിനംതോറും അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ വാട്ടർ ബാപ്റ്റിസം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഫോർ ദം. അതുകൊണ്ട് അവരത് സ്വീകരിക്കുക. മത്തായിയുടെ സുവിശേഷം 28:19 പറയുക, പുറപ്പെട്ട് നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അവരോട് കൊടുത്തിരിക്കുന്ന അലംഘനീയമായ കൽപ്പനയാണ്. ഓഫ്കോഴ്സ് അത് അവർക്ക് കൊടുത്തിരിക്കുന്ന, അത് ജാതികളായ താങ്കൾക്ക് തന്നതല്ല. താങ്കളിൽ ഒരാളെ ഉപ്പിന് അവിടെ മരുന്നിനെടുക്കാൻ ഒരു ജാതിയെ കിട്ടത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. എൻ്റെ അടുത്തൊരു എപ്പിസോഡുണ്ട്, സഭ അപ്പോസ്തല പ്രവൃത്തികൾ 2-ലാണോ ആരംഭിച്ചതെന്ന് ചോദിച്ചിട്ട്. ഒരു മനുഷ്യൻ, ഒരു ജാതിയെ നിങ്ങൾക്ക് അവിടെ കാണത്തില്ല. അത് മുഴുവനും യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമാണ്. ഉലകം മുഴുവൻ അവർ ചിതറിക്കിടക്കുക. അവിടുന്ന് അവർ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കാൻ യെരുശലേമിൽ വന്നിരിക്കുന്ന കാര്യം അവിടെ റെഫർ ചെയ്യുന്നത്. അവിടുന്ന് ഒരു ജാതിയെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യം, ഞാൻ അതൊന്ന് പ്രൊജക്ട് ചെയ്യാം. 2-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം അവിടെ പറയാണ്. അതിന്റെ 2-ാം അധ്യായം 38-ാമത്തെ വാക്യം അവിടെ പറയുന്നത് കണ്ടില്ലയോ? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്താ പറയുന്നത്? പാപം കഴുകാൻ സ്നാനം വേണ്ട എന്നൊക്കെ ചിലർ അഭിപ്രായം പറയുന്നത് കണ്ടു. ഇതൊന്ന് ശരിക്കും കണ്ണു തുറന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻസ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ പറയുക. കാര്യം ആ കാലഘട്ടത്തിൽ അവർക്ക് കൊടുത്തിരുന്ന ഉപദേശം ആ സ്നാനം എന്ന് പറയുന്നത്. ഒരു വാക്യം കൂടെ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 22-ാം അധ്യായം 16-ാം വാക്യം അവിടെ പൗലോസിനോട് പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ പറയുന്നത് കണ്ടില്ലയോ? ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കള എന്ന് പറഞ്ഞു. എങ്ങനെ? പാപങ്ങളെ കഴുകിക്കളയാൻ സ്നാനമേറ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ അവർക്ക് കൊടുത്തിരുന്ന ഉപദേശമാ ബാപ്റ്റിസം എന്ന് പറയുന്നത്. ആ പാപങ്ങളെ കഴുകിക്കളയുവാൻ വേണ്ടി കൊടുത്തിരുന്ന ഉപദേശമായത്. ഇത് ഓരോന്നും നിങ്ങൾ വായിച്ചു നോക്കണം. ഇവിടെ അവർക്ക് ക്രൂശ് എന്താന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഇതിനെ ഒരു പെന്തക്കോസ്റ്റൽ പീരീഡ് എന്നാ പറയുന്നത്. ദൈവം അവരോട് ഇടപെട്ട് ലോകം മുഴുവൻ ഈ സത്യം അറിയിക്കുവാനായിട്ട് അവരെ ഉലകത്തിന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ
ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്ന് അമാനുഷികമായ ശക്തി അവരുടെ മേൽ പകർന്ന് അന്യഭാഷ കൊടുത്ത് ലോകത്തോട് മുഴുവൻ സംസാരിക്കാനുള്ള ദൈവിക കൃപകൾ അവരുടെ മേൽ പകർന്ന് അവരെ അയക്കുക. എന്തിനാ? ഇങ്ങേ അറ്റം മുതൽ ഉലകത്തിന്റെ അങ്ങേ അറ്റം വരെ പോയി ഈ സുവിശേഷം അറിയിക്കണം. ആരെ? ചിതറിക്കിടക്കുന്ന യഹൂദനെ. എത്തനെ എന്ന് പറയുന്ന ഒരു പദമാണ് നമ്മൾ ഈ ജാതികൾ എന്ന് പറഞ്ഞ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ന് ഇത്രയും ക്രിസ്ത്യാനികളെ ഈ വിഷയത്തിൽ കുഴപ്പിച്ചിരിക്കുന്നത്. ആക്ച്വലി അത് യഹൂദനോട് പറഞ്ഞിരിക്കുന്നത്. യഹൂദൻ ഉലകം മുഴുവനും ചിതറിപ്പാർക്കുക. ആ പാർക്കാൻ കാര്യം അവർ ബിസിനസ്സിന് വേണ്ടി പോയതെല്ലാം മോശയിക ന്യായപ്രമാണം, മോശയിക കൽപ്പനകൾ ലംഘിച്ചതുകൊണ്ട് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ശാപമാണ്. ഞാൻ നിങ്ങളെ ഉലകത്തിന്റെ അറ്റം മുതൽ അറ്റം വരെ ചിതറിച്ചു കളയുമെന്ന് പറഞ്ഞത്. അങ്ങനെ അവർ ചിതറിപ്പോയിരിക്കുക. അവിടുന്ന് ആണ്ടിൽ 3 പ്രാവശ്യം അവർ യെരുശലേമിൽ വരണം. എന്തിന്? 7 പെരുന്നാളുകൾ കൊടുത്തിരിക്കുക. ആ പെരുന്നാളുകൾ ഒന്നിച്ച് ആചരിക്കാനായിട്ട് യെരുശലേമിൽ വരണം. അതിലെ പെന്തക്കോസ്ത് പെരുന്നാളിൽ വരുന്ന കാര്യം ആ പെന്തക്കോസ്ത് നാളിൽ നടക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുന്നത്. ഞാനൊരു അല്പം ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. എനിക്കറിയാം ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെന്നുണ്ടെങ്കിൽ പലർക്കും മനസ്സിലാകത്തില്ല. പക്ഷെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം മനസ്സിലാക്കാം. ആരെയും നിർബന്ധിക്കുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഉപദേശങ്ങളുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ശ്വാസം പോയാൽ നിത്യ നരകാഗ്നിയാണെന്ന് നിങ്ങൾ കേട്ടില്ല എന്ന് പിന്നെ പറയരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുക. മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക, കേൾക്കുക. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹമായിട്ട് ഓർപ്പിക്കുക. പക്ഷെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ പച്ചയ്ക്ക് എന്തും ചെയ്യാൻ മടിക്കത്തില്ല. ആ രീതിയിൽ അത്രമാത്രം അഡിക്റ്റഡ് ആയിരിക്കുക ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ വലിയ പരീശന്മാരെയും ശാസ്ത്രികളെയും ഒക്കെ കണ്ടിട്ട് അച്ചായ ഇതാണ് മാർഗം, ഈ ജോർദാനിലോട്ട് ഇറങ്ങിക്കാട്ട്, ഇവിടെ എൻ്റെ കൈകീഴിലൊന്ന് സ്നാനമേറ്റാട്ടെന്നൊന്നും അല്ല പറഞ്ഞത്. സർപ്പസന്തതികളെ, മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടാനാ പറയുന്നത്. നിങ്ങൾക്ക് വരുവാനുള്ള കോപത്തെ വിട്ട് ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആരെന്നാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ അതേ ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ കാണാം, അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. രക്ഷിക്കപ്പെടണമെന്ന് അല്പമെങ്കിലും ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ പിതാക്കന്മാരുടെ സമ്പ്രദായവും പിതൃ പാരമ്പര്യങ്ങളും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് സത്യം അറിയണം. മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ല കർത്താവിന്റെ വരവായാൽ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ക്രിസ്തീയ മാർഗം എന്താണെന്നെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ക്ഷമയോടെ തന്നെ ശ്രദ്ധിക്കാൻ ഞാൻ ഓർപ്പിക്കുക. ആ കാലഘട്ടത്തിന് ശേഷം അവർ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ ആത്മാവിനെയും സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്നതോട്, പരിശുദ്ധാത്മ പൂർണ്ണനായി നിൽക്കുന്ന സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്നതോടുകൂടി അവരുടെ പദ്ധതി ദൈവം കൈവിടുക. ഫോൾ ഓഫ് ഇസ്രായേൽ. അവർ വീണു പോകുന്നത് ഇവിടെ. അന്ന് ദൈവം ഒരാളെ വിളിക്കുക, ഉലകത്തിലെ നമ്പർ 1 പാപി, അതാ പോൾ എന്ന് പറയുന്നത് ശൗൽ. ഈ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ ഓർഡർ ഇട്ട ശൗൽ. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ഞാൻ ആ പാപികളിൽ ഒന്നാമൻ എന്ന് പറയുന്നത്. ആ പോളിനെ വിളിച്ചുകൊണ്ട് ദൈവം ഒരു കരുണാ കാലഘട്ടം ആരംഭിക്കുക. ഈ റെഡ് കളറിൽ കാണുന്ന കാലഘട്ടം, ഈ റൗണ്ടിൽ ഞാൻ വരച്ചിരിക്കുന്ന ഈ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദ ഏജ് ഓഫ് ഗ്രേസ്, ഇതിനെ ആ കരുണാ കാലം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും രക്ഷിക്കപ്പെടുവാൻ ദൈവം ഒരു കാലം ഓപ്പൺ ആക്കിയിരിക്കുക. ഇവിടെ രക്ഷിക്കപ്പെടുന്ന സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു ദൈവിക കാലഘട്ടമാണ്. ഇവിടെ വാട്ടർ ബാപ്റ്റിസവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കാര്യം ഇത് കംപ്ലീറ്റ്ലി ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് യഹൂദ പദ്ധതിയുടെ എക്സ്റ്റൻഷൻ അല്ല. ഇത് സ്വർഗത്തിൽ നിന്നും പാരച്യൂട്ടിൽ ഇറക്കിയെന്ന് വേണമെങ്കിൽ പറയാവുന്നതുപോലെ ഒരു കംപ്ലീറ്റ്ലി ഹോൾ ലോട്ട് ഓഫ് എ ന്യൂ പ്രോഗ്രാമായത്. ഇവിടുത്തെ ഉപദേശം ഇതിന്റെ എക്സ്റ്റൻഷൻ അല്ല. ഈ ഉപദേശം ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ക്ഷുദ്രം ഇതിൽ മുങ്ങിയതുപോലാകും. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അവരോട് ചോദിക്കുന്നത്, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര് എന്ന് ചോദിക്കാൻ കാര്യം ഈ ന്യായപ്രമാണത്തിന്റെ ഉപദേശം ഈ ഭാഗത്ത് കയറിയതുകൊണ്ടാണ്, ഈ ഉപദേശത്തിൽ പഠിപ്പിക്കാൻ കയറിയതുകൊണ്ടാണ്. ഇതാണ് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്, കൃപാ യുഗം എന്ന് പറയുന്ന കാലഘട്ടം. ഇത് പൗലോസ് അപ്പോസ്തലൻ കൂടി ദൈവം ഒരു 25-30 വർഷം കൊണ്ടാണ് ഇതിന്റെ വ്യവസ്ഥകൾ എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആദ്യത്തെ ദിവസം എല്ലാം കൂടെ ഒരു നൂലിൽ കെട്ടി ഇറക്കി കൊടുക്കുകയായിരുന്നില്ല. ആ 25 രണ്ടാമത്തെ കൊരിന്ത്യർ ലേഖനമൊക്കെ എഴുതുമ്പോൾ ഏകദേശം 25 വർഷമായി, ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. അന്നേരവും പോൾ പറയുന്നത് ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ ഒരു ശൂലം തന്നിരിക്കുന്നു. അന്നേരവും വെളിപ്പാടുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. ദൈവം ഡയറക്റ്റ് ഇറങ്ങി വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ പോളിനെ അവിടം വരെ കൊണ്ടുപോയിട്ട് 3-ാം സ്വർഗത്തോളം കൊണ്ടുപോയി കാണിച്ചിരിക്കുക, എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളതും എന്താണ് അവിടുത്തെ മഹിമ എന്നുള്ളതും കാണിച്ചിരിക്കുക. അതുപോലത്തെ ഒരു ഭയങ്കര സ്വർഗീയ പദ്ധതിയായത്.
അതിന്റെ അവസാനം റാപ്ചർ ഉണ്ടാകും. ഈ സഭ ഇവിടുന്ന് ചേർക്കപ്പെടും. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന റെഫറൻസുകളൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നാം സ്വർഗത്തിലേക്ക് പോവുക. നമ്മുടെ പൗരത്വം ഇവിടെയല്ല, എന്റെ പൗരത്വം സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന പദ്ധതി അത് ഈ യഹൂദന്റെ എക്സ്റ്റൻഷൻ അല്ല. നിങ്ങൾക്ക് യഹൂദനെ താല്പര്യമാണ്, അവരുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മളും വന്നതെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു ക്രെഡിറ്റാ, അത് എനിക്കും ഇഷ്ടമാണ്. പക്ഷെ അതല്ല നമ്മുടെ പദ്ധതി. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്ന മർമ്മമാണ്. ആ ഒരു മർമ്മത്തിന്റെ ഭണ്ഡാരം തുറന്ന് പൗലോസിനെ കാണിക്കുക. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മേലെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗാഡ് വിച്ച് ഇസ് ഗിവൺ മീ ടു യുവേർഡ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണം. അതാണ് 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ആര്? പൗലോസ് അപ്പോസ്തലൻ പറയുക. ഈ ദ ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ കാര്യമായി ഇവിടെ പറയുന്നത്. ഈ രണ്ട് സംഗതികൾ, ഇസ്രായേലിയ ഉപദേശവും യഹൂദിയ ഉപദേശവും ക്രിസ്തീയ ഉപദേശവും രണ്ടും ഈ ബൈബിളിലായതുകൊണ്ട് ഇതിന്റെ വ്യത്യാസം എവിടാന്ന് നമുക്കറിയത്തില്ല. നിങ്ങളൊരു കാര്യം സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. ഇത് യഹൂദന്റെ ഉപദേശമാണ്. ഇതിൽ ഒരു വള്ളിയും പുള്ളിയും കൂടുതലില്ല, കുറവുമില്ല. ദിസ് ഈസ് വാട്ട് ഈസ് ദ തനാഖ്. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഉപദേശം ആരംഭിക്കും. ഇതാ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഉപദേശം. അത് കഴിഞ്ഞ് യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഉപദേശമായ എബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് നിങ്ങൾ അറിയാതെ പോകും. നാം എങ്ങോട്ട് പോകാനുള്ളവരാണ് നിങ്ങൾ അറിയാതെ പോകും. നിങ്ങൾ കർത്താവ് വന്നു, ഇവിടെ ഈ മോശ തന്നു, അഹരോൻ സ്നാനപ്പെടുത്തി, ഇനി വരുന്നു, എബ്രായ ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, വെളിപ്പാടിൽ അത് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആകെപ്പാടെ കുരുങ്ങി മറിഞ്ഞിരുന്നു പോകും. ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാതെ പോകും. ഒരു കാര്യം നിങ്ങൾ അടിപ്പടയായിട്ട് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ജാതികളെ രക്ഷിച്ച് ക്രിസ്തീയ മാർഗം ആരംഭിക്കാനായിട്ടല്ല. കർത്താവ് പറയുന്നത്, എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത്, ശമരിയരുടെ പട്ടണത്തിൽ കടക്കരുത്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിൽ തന്നെ ചെല്ലുവീൻ. ഇസ്രായേലിന്റെ രാജാവായിട്ട് പിറന്നവൻ എവിടെ? അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇസ്രായേലിലേക്ക് പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. പഠിക്കാഞ്ഞിട്ടോ ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടോ അല്ല ഈ പറയുന്നത്. വർഷങ്ങളോളം പഠിച്ചിട്ട് മുട്ടന്മേലിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോട് ആലോചന ചോദിച്ചിട്ട് നെഞ്ചും നെറ്റിയും കാണിച്ച് ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. മനസ്സുള്ളവർക്ക് വിശ്വസിക്കാം, മനസ്സില്ല എന്നുണ്ടെങ്കിൽ താങ്കളുടെ ഇഷ്ടം. ഇത് കഴിയുമ്പോൾ ഞാൻ ഇതിൽ വരാം. ഇവിടുത്തെ സ്നാനം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന പദ്ധതി. നാം ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ട്രിബുലേഷൻ പീരീഡ് ആരംഭിക്കും. ആ ട്രിബുലേഷൻ പീരീഡിൽ കൂടി ഇവിടെ അവരെ യഥാസ്ഥാനപ്പെടുത്തും. അന്ന് അവർ രക്ഷിക്കപ്പെടുന്ന ഏത് മാർഗത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ട്രിബുലേഷൻ പീരീഡിൽ ഇവരെ രക്ഷിക്കപ്പെടുന്ന ഏത് മാർഗത്തിലാണെന്ന് അറിയാമോ? സ്നാനത്തിലല്ല, കർത്താവിന്റെ ക്രൂശിലാണ്. കാര്യം ക്രൂശ് ഓൾറെഡി ഇവിടെ വെളിപ്പെട്ട് കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലനിലൂടെ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് ഇവിടെ വെളിപ്പെട്ട് കഴിഞ്ഞു. ദ ഗ്ലോറി ഓഫ് ക്രോസ് എന്താണെന്ന് ഉലകം മുഴുവൻ വെളിപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ പ്രൊഡക്റ്റ് റാപ്ചറിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം വരാൻ പോകുന്ന ജനത്തിന് അറിയാം ക്രൂശിന്റെ മഹത്വം എന്താണെന്ന്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളെ പൊന്ന് വെള്ളി വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല. 1 പത്രോസ് 3:18, 19, 20 വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളെ നിർമ്മലവും നിർദോഷമായ കുഞ്ഞാടിന്റെ രക്തത്താലത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് ആ സമയം മുതൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എബ്രായ ലേഖനം മുതൽ ബാക്കിയുള്ള പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങൾ നിവൃത്തിയാകുന്ന സമയമാണ്. അന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. അവിടെ ഒരു പ്രത്യേകത നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. അവിടെ പറയുന്നത് പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് ഞാൻ ആ വാക്യം പ്രൊജക്ട് ചെയ്യാം. ഒരു സെക്കൻഡ്. ഞാൻ ആ വാക്യത്തിന്റെ റെഫറൻസ് 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം അവിടെ പറയുന്നത് കണ്ടില്ലയോ? 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ഇത് കണ്ടില്ലേ? അത് സ്നാനത്തിനൊരു മുൻകറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുവാനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് കണ്ടോ? നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണെന്ന്. അതായത് ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്.
നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു എക്സ്പ്രഷനാണ്. ശരിക്കും ശ്രദ്ധിച്ച് കാണണം. ഇതിന് മുൻപോട്ടൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവിടെ പറയുന്നുണ്ട് ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി ഒരിക്കലായി കഷ്ടം അനുഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ക്രൂശിൽ കൂടിയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഓഫ് കോഴ്സ് ആ സമയത്ത് ക്രൂശിൽ കൂടെ അവർ രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ ആ സമയത്ത് സ്നാനമേൽക്കുന്നത് എന്തിനാണെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് കണ്ടോ? അവിടെ പറയുകയാണ്, നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ. ഈ പത്രോസ് അപ്പോസ്തലനാണ് പെന്തക്കോസ് നാളിൽ പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ പറഞ്ഞ അതേ പത്രോസ് അപ്പോസ്തലൻ കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ടോ, ഇറ്റ് ഈസ് ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് യുവർ ഫെയ്ത്ത്. നമ്മുടെ ഉപദേശിമാർക്ക് അറിയത്തില്ല ഇത് രണ്ടും പറഞ്ഞേക്കുന്നതിന്റെ വ്യത്യാസം എന്താണ്. അതുകൊണ്ട് ചിലർ പറയുന്നു രക്ഷിക്കപ്പെടാനായിട്ട് സ്നാനപ്പെടണം, ചിലർ പറയുന്നു അല്ല, രക്ഷിക്കപ്പെടാനല്ല സ്നാനം, നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ കാണിക്കാനാണെന്ന്. ഇത് രണ്ടും കറക്റ്റാണ്. പക്ഷെ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് രണ്ട് ഡിഫറെന്റ് ടൈം പീരീഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇവിടെ ചിലർ ചോദിക്കുന്നുണ്ട്, എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, യോഹന്നാൻ 1 യോഹന്നാൻ 5:8 വാക്ക് ഞാനത് കാണിക്കാം. അവിടെ കണ്ടില്ല, അവിടെ പറയുന്നത് 1 യോഹന്നാൻ 5:8. അവിടെ പറയുന്നത് കണ്ടോ, സാക്ഷ്യം പറയുന്നത് മൂവറുണ്ട്, ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. കറക്റ്റാ നിങ്ങൾ പറയുന്നത്. ആ പറയുന്നത് മൂവറുണ്ട്, ആത്മാവ്, ജലം, രക്തം, ശരിയാ. പക്ഷെ അത് എഴുതിയിരിക്കുന്ന 1 യോഹന്നാനാണ്. അത് പറഞ്ഞിരിക്കുന്ന പീരീഡ് ആ ട്രിബുലേഷൻ പീരീഡിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അവർക്ക് ഇതെല്ലാം അംഗീകരിക്കണം. ആ സമയത്ത് 666 നിലവിലിരിക്കുന്ന സമയമാണ്. അവരെ സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്ത് എതിർ ക്രിസ്തു അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുത്തിനെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ 666 അവന്റെ നെറ്റിക്കടിക്കും, അവൻ നിത്യ നരകാഗ്നിയിലേക്ക് പോകും. അതുപോലെ ശോധന അവർക്കുണ്ട്. അതുകൊണ്ട് അവരോട് പറഞ്ഞ എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്ന 2-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അതിനുശേഷം നിങ്ങൾ വീണു പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ല. കാര്യം എന്നേക്കുമായിട്ട് നിങ്ങൾ സാത്താന്റെ പിടിയിലായി പോകും. പറഞ്ഞിരിക്കുന്ന കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ആരോട് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നറിയാതെ ബൈബിൾ മുഴുവനെ എന്റേതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുരുങ്ങി തിരിഞ്ഞ് സത്യം അറിയാതെ ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം നിങ്ങളുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോകും, നിത്യ നരകാഗ്നിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഞാൻ പേടിപ്പിക്കുകയല്ല, ഇത് നടക്കാൻ പോകുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇയർലി വാർണിംഗ് തരിക. അങ്ങനെങ്കിലും ഇതൊന്ന് വായിക്കുവാനും സത്യം മനസ്സിലാക്കുവാനും നിങ്ങളുടെ ഹൃദയത്തിന് ഒരു വിശാലത ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഞാൻ മടങ്ങി വരാം. ഇവിടുത്തെ ഡ്രോയിങ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. സെക്കൻഡ് ട്രിബുലേഷൻ പീരീഡിൽ 1 പത്രോസ് 3:21 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അവസാനം കർത്താവ് രാജാതി രാജാവായിട്ട് ലോകത്തിലേക്ക് വരും. ഇതാ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ കർത്താവിനോട് ചോദിക്കുന്നത് അതാ, ലോക അവസാനത്തിന് നിന്റെ വരവിനും ലക്ഷണം എന്താണെന്ന് ചോദിക്കുമ്പോൾ 1, 2, 3 എന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തിരിക്കുക. അതിന്റെ 29, 30, 31 ഒന്ന് വായിക്കണം. ആകാശം ഇരുണ്ടു പോകും, സൂര്യൻ പ്രകാശം കൊടുക്കാതിരിക്കും, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീഴും, അപ്പോൾ രാജാതി രാജാവായിട്ട് കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവും. കർത്താവിന്റെ ആ മഹത്വ പ്രത്യക്ഷതയാ കാണിക്കുന്നത്. എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 ആണ്ട് അവരോടൊപ്പം ഈ ലോകത്തിൽ വാഴുവാനായിട്ടാണ്. ഇതൊരു പുതിയ സംഗതിയല്ല. ഇവിടെ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരുന്നതാ. അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമായത്. അതിന്റെ ഉറപ്പാ മോശയിൽ കൂടി ഉറപ്പിച്ചിരിക്കുന്നത്. അതാണ് ഡേവിഡ് കവണന്റിൽ കൂടി ഉറപ്പിച്ചിരിക്കുന്നത്. ഒരു രാജാവ് അതിനെ നീതിയോടെ നിത്യം വാഴും. അതിനു വേണ്ടിയിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വരും. ആ സമയത്ത് താങ്കൾ സ്വർഗത്തിലായിരിക്കും. റാപ്ചറിൽ ചേർക്കപ്പെട്ട് താങ്കൾ സ്വർഗത്തിലായിരിക്കും. ഇതാ ക്രിസ്ത്യാനിറ്റി. അതിനുശേഷം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന പദ്ധതിയായത്. ഇവിടെ ഞാൻ ഗ്രേസ് പീരീഡിലെ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ വീഡിയോ ഒത്തിരി ദീർഘിച്ചു പോകുന്നു. നിങ്ങൾ ദയവായിട്ട് അത് കാണുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുക. ഇവിടെ ആ പിക്ചർ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. സോറി, ആ പിക്ചർ ആ ഡ്രോയിങ് ഞാൻ എടുത്തു വെച്ചിരുന്നത് ഡിലീറ്റ് ആയി പോയി. അതുകൊണ്ട് എനിക്ക് അതിനെയും കാണിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് ഗ്രേസ് പീരീഡ്. ഈ ഗ്രേസ് പീരീഡിൽ രക്ഷയ്ക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാ സ്നാനമാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിലാക്കി തീർക്കുന്ന ഒരു ടൈം പീരീഡാണ് ഈ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയും, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇവിടെ ഞാൻ കാണിക്കാം. അതിൽ പറയുകയാണ്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, 1 ലോർഡ്, 1 ഫെയ്ത്ത്, 1 ബാപ്റ്റിസം.
ഇവിടെ ഒരേ ഒരു ബാപ്റ്റിസമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ സ്നാനപ്പെട്ട്, ലിഡിയയുടെ സ്നാനം എന്താ, ഫിലിപ്പിയൻ ജയിലറുടെ സ്നാനം എന്താ, കൊരിന്തിൽ നടന്ന സ്നാനം എന്താ, അപ്പോസ്തല പ്രവൃത്തികൾ 19 സ്നാനം എന്താ, എൻ്റെ ആ ഒന്നാമത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. പഴയ എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കല്. ഇതെല്ലാം ഈ വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം, ഒരേ ഒരു ബാപ്റ്റിസമാണ് കർത്താവ് പൗലോസ് അപ്പോസ്തലൻ കൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ആ ബാപ്റ്റിസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 12-13 പറഞ്ഞിരിക്കുന്ന ബാപ്റ്റിസമാ. ഫോർ ബൈ വൺ സ്പിരിറ്റ്, ഒരേ ആത്മാവിനാൽ, കണ്ടോ, ആർ വി ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി. പരിശുദ്ധ ആത്മാവിനാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് നമ്മളെ ബാപ്റ്റൈസ് ചെയ്ത് ചേർക്കുന്ന ശുശ്രൂഷയായി ബാപ്റ്റിസം എന്ന് പറയുന്നത്. വെദർ വി ബി ജൂസ് ഓർ ജെന്റൈൽസ്, ഇവിടെ യഹൂദനൊന്നുമില്ല, യവനനൊന്നുമില്ല. വെദർ വി ബി ബോണ്ട് ഓർ ഫ്രീ, ഇവിടെ നിങ്ങൾ എന്താ പറയുന്നത്, ദാസനൊന്നുമില്ല, സ്വതന്ത്രനൊന്നുമില്ല. വി ആർ ആൻഡ് ഹാവ് ബീൻ ഓൾ മെയ്ഡ് ടു ഡ്രിങ്ക് ഇൻ ടു വൺ സ്പിരിറ്റ്. ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഒരേ ആത്മാവിൽ നാം സ്നാനം ചെയ്തും ഇരിക്കുകയാണ്. ഇവിടെ പറയാണ് യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ. ഇവിടെ ഒന്നും വെള്ളത്തിലെ സ്നാനമല്ല, ഇത് പരിശുദ്ധാത്മ സ്നാനമായി പറയുന്നത്. ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. കണ്ടോ, ഫോർ ബൈ വൺ സ്പിരിറ്റ്. ഇത് വെള്ളമല്ല, ഇത് സ്പിരിറ്റ്. വൺ സ്പിരിറ്റ് ആർ വി ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി. മനസ്സിലാകുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലന്റെ എല്ലാ വാക്യങ്ങളിലും ഈ പറയുന്ന കൊലോസ് ലേഖനം 2:12. പലരും എന്നോട് പറഞ്ഞതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം വല്ലപ്പോഴും. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. താങ്കൾ ബൈബിളിൽ ഈ വാക്യം കണ്ടതിനേക്കാൾ ഏറെ ഞാനിത് വായിച്ചിട്ടുണ്ട്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ, പരിശുദ്ധ ആത്മാവിനാൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക. കണ്ടോ, ഇതൊന്നും വെള്ളത്തിൽ മുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇതെല്ലാം പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് അപ്പോൾ ഇവിടെ റെഫർ ചെയ്യുന്നത്. റോമാലേഖനം 6-ാം അതിന്റെ 3-ാം വാക്യം. അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. കണ്ടോ, യേശു ക്രിസ്തുവിൽ നിങ്ങളെ സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവ് കിട്ടുന്ന പദ്ധതി അല്ല ഇത്, മറിച്ച് പരിശുദ്ധ ആത്മാവിനാൽ സ്നാനപ്പെടുത്തി യേശു ക്രിസ്തുവിനോട് ചേർക്കുക നിങ്ങളെ. ഇതെല്ലാം പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചായി പറയുന്നത്. റോമാലേഖന പുസ്തകത്തിന്റെ പഠനമാണ് നാം ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയിലും നടക്കുന്ന തുറന്നൂസിന്റെ പാഠശാല എന്ന വേദപഠന ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയും. ഇവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മളെ യേശു ക്രിസ്തുവിന്റെ മരണത്താലാണ്, കർത്താവിന്റെ മരണത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. ഇതെല്ലാം പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറയുന്ന റഫറൻസുകളാണ്. ഒരു വിധത്തിൽ നമുക്ക് ഈ അധ്യായങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഒരു വെള്ളത്തിന്റെ പ്രതിപാദ്യവും നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. കാര്യം നമ്മളെ യഹൂദന്റെ ജലസ്നാനത്തിൽ മുക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. നമ്മൾ യഹൂദനുമായിട്ട് സംബന്ധമില്ലാത്തവർ, നമ്മൾ ജാതികളാണ്, നമ്മൾ ഏലിയനേറ്റഡ് ആയിട്ട് കിടന്നിരുന്ന ഒരാൾക്കാരാണ്. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവിന്റെ രക്തത്താലാണ്. ഞാൻ 1-2 വാക്കിലൂടെ പെട്ടെന്ന് കാണിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് പോവുക. ഇത് കണ്ടില്ലേ, എഫേസ് ലേഖനം 1-ാം അതിന്റെ 7-ാമത്തെ വാക്യം. എഫേസർക്ക് എഴുതിയ ലേഖനം 1-ാം 7-ാം വാക്യം. അതിന്റെ ഇംഗ്ലീഷ് കണ്ടോ, ഇൻ ഹൂം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്. കർത്താവിന്റെ രക്തത്താലാണ് നിങ്ങൾക്ക് വീണ്ടെടുപ്പ്, പല വെള്ളത്തിലല്ല. The forgiveness of sins according to the riches of his grace. കർത്താവിന്റെ കൃപയാൽ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമമൊന്നുമല്ല, സിന്നാണ്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനം. കണ്ടോ, the forgiveness of sins. മലയാളത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചില ഏടാകൂടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലയോ, എഫേസ്യ ലേഖനം 2-ാം അതിന്റെ 12-ാം വാക്യം. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും, നിങ്ങളും ക്രിസ്തുവുമായിട്ട് ഒരു കണക്ഷൻ ഉള്ളവരല്ല അക്കാലത്ത്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ. നിങ്ങൾക്ക് എന്ത് സംബന്ധമാണ് പിന്നുള്ളത്? ഏത് കണക്ഷനാണ് നിങ്ങൾ ഇസ്രായേലുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നത്? യു ഹാവ് നോ റിലേഷൻ, യു നോ കണക്ഷൻ വിത്ത്, യു ആർ കംപ്ലീറ്റ്ലി ഏലിനേറ്റഡ് ഫ്രം ദ കോമൺവെൽത്ത് ഓഫ് ഇസ്രായേൽ. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരാണ്. നിങ്ങൾ അന്യരാ. അവർക്ക് കൊടുത്തിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയും അവർക്ക് കൊടുത്തിരിക്കുന്ന ആ മണവാട്ടിയോടുള്ള വാസവും ഒക്കെ നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലത്. ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. അടുത്ത വാക്യം കണ്ടില്ല, അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞ മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ. എങ്ങനെ?
മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്താലാണ്. കർത്താവിന്റെ രക്തത്താൽ നിങ്ങളെ സമീപസ്ഥരാക്കി തീർത്തിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നിങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പറയുകയാണ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിലെ ആഴമായ വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന ഒരു കാലമായത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റ് പീരീഡ് ആയത്. അതിനെയാ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇത് അറിയാതെ നമ്മുടെ പിതാക്കന്മാരും സാത്താനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. മുഴുവൻ ആദ്യ കാലം മുതലേ ഭയങ്കര ക്രിസ്തീയ കൗൺസിലുകളൊക്കെ കൂടി സഭാ പിതാക്കന്മാരെല്ലാം അവിടെ ചേർന്ന് തെറ്റായ മാർഗത്തിൽ ഇതിനെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുക. ഇപ്പോഴെങ്കിലും തിരുവചനം വായിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇതിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. അത് മനസ്സിലാക്കുവാനും സത്യവചനത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഇതാ പോൾ കൂടെ കൂടെ പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പോൾ പറയുന്നതിന്റെ 100 ഇരട്ടി ഇന്ന് വഷളായിരിക്കുക. അന്ന് പോളിനെതിരെ തിരിഞ്ഞ 4 ഗ്രൂപ്പ്. ഒന്ന് കേഫാവിന്റെ പക്ഷക്കാർ, ഒന്ന് യേശുക്രിസ്തുവിന്റെ പക്ഷക്കാർ, ഒന്ന് അപ്പല്ലോസിന്റെ പക്ഷക്കാര്, പിന്നെ ഒന്ന് പോളിന്റെ പക്ഷക്കാര്. ഇന്നത് 45,000-ലേറെ ഡിനോമിനേഷനുകളായിട്ട് തിരിഞ്ഞിരിക്കുക. ഞാൻ ഒരു കാര്യം സ്നാനം ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ 500-ലധികം കമന്റ് 2 ദിവസം കൊണ്ട് വന്നു കഴിഞ്ഞു. ഞാൻ ഇതേ സംഗതി കർത്താവിന്റെ ക്രൂശിനെ കുറിച്ച് പറഞ്ഞ ഒരുത്തരും തിരിഞ്ഞു നോക്കത്തില്ല. അവർക്കിത് അറിയത്തേയില്ല എന്താണെന്ന്. ഞങ്ങൾക്ക് ക്രൂശ് ഉണ്ട്, ഞങ്ങൾ ക്രൂശിലാണെന്നൊക്കെ വലിയ വീമ്പടിക്കും. പക്ഷെ ക്രൂശ് എന്താണെന്നും ക്രൂശിലൂടെ നിവൃത്തിയായത് എന്താണെന്നും അറിയത്തില്ല. ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ മാത്രമാണ്. അടിയുറച്ച അടിപതറാത്ത ആ ആഴമായ വിശ്വാസത്തിലാണ് ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ താങ്കൾ ഒരു വെള്ളത്തിലും ഇറങ്ങുന്നതിലല്ല. ജലസ്നാനവും താങ്കളുമായിട്ട് കുലബന്ധം പോലും ഉള്ളതല്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ അതിന്റെ ആധികാരികമായിട്ട് പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ആ പറയുന്നത്. നിങ്ങൾ വിചാരിക്കില്ല എനിക്കിതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്നത്. മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമാ ഗേറ്റ് മിനിസ്ട്രീസ് ഈ വിഷയം വിളംബരം ചെയ്യുന്നതും പ്രസിദ്ധമാക്കുന്നതും. ഹല്ലേലൂയ. നിറയെ വചനങ്ങൾ, നിറയെ തുടക്കം മുതൽ ഉൽപ്പത്തി 1:1 മുതൽ വെളിപ്പാട് 22-21 വാക്യം വരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെ എന്താ ഒരു ചരട് കെട്ടിയിരിക്കുന്ന മാതിരി ക്ലിയർ പദ്ധതിയായി പറഞ്ഞിരിക്കുന്നത്. യഹൂദ പദ്ധതിയും ക്രിസ്തീയ പദ്ധതിയും. പക്ഷെ നമുക്കത് അറിയാതെ നമ്മളത് റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കാത്തത് കാരണം ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. സ്നാനം എന്തിനാണെന്ന് നമുക്കറിയത്തില്ല, എന്താണ് നമ്മുടെ വിളി എന്നറിയത്തില്ല, സഭ എന്താണെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോവാന്നറിയത്തില്ല, പോയാലും കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമെന്ന് പറയുന്ന പദ്ധതിയിൽ ആകെ മുഴുവനും ചക്കപ്പുഴുക്ക് മാതിരി കുഴഞ്ഞിരിക്കുക. ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. കമന്റുകൾ ഇടാം. നിങ്ങളുടെ കമന്റുകൾ റീസണബിളി ഡീസന്റ് കമന്റുകളാണെന്നുണ്ടെങ്കിൽ, അറിയാനുള്ള ആഗ്രഹത്തോടെ എഴുതുന്നെങ്കിൽ ഞാൻ അതിന് മറുപടി തരും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിങ്ങളുടേതാണെന്ന് മാത്രം മറക്കണ്ട. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ സത്യം മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ഹൃദയം ദൈവം തുറക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേക കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കും.